എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ തുടങ്ങാൻ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ എന്ന് നമ്മൾ പറയും. ഇന്ന് വൈകുന്നേരത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ 2 വലിയ പുസ്തകങ്ങൾ ഇരിക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നലെ വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഇടവകയിൽ ഏകദേശം പ്രായമുള്ള ഒരു വല്യമ്മ, ഏകദേശം ഒരു 75-77 വയസ്സ്, നമ്മുടെ ലോഗോസ് ക്യൂസൊക്കെ എഫിലാണ്, എഫ് ബാച്ചിൽ വരുന്ന വല്യമ്മ ബൈബിൾ, വിശുദ്ധ ബൈബിൾ, സമ്പൂർണ്ണ ബൈബിള് പകർത്തി എഴുതി. 2406, അതായത് 1203 പേജുകൾ എടുത്തിട്ട് 2 പുറങ്ങളിലുമായി ആമുഖമടക്കം പഴയ നിയമവും 482 പേജുകളോടെ പുതിയ നിയമവും പകർത്തെഴുതി. ഈ നിമിഷത്തിൽ ഞാൻ നന്ദി പറയാണ്. കാരണം 77 വയസ്സിലും എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ്, ഏജ് ഇസ് ജസ്റ്റ് ഓൺലി എ നമ്പർ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആഗ്നസ് ചേച്ചി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കവരെ വിട്ടുകളയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്ന ദൈവികമായിട്ടുള്ള ഊർജമാണ് അവരുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ. 77 വയസ്സിലും അബ്രഹത്തെ പോലെ മകന് വേണ്ടി കാത്തിരിക്കാൻ അബ്രഹത്തെ പ്രേരിപ്പിച്ച ആ ആത്മാവ് ഏകദേശം 1600-ലേറെ പേജുകളിൽ കൂടെ ഞങ്ങളുടെ ചേച്ചിയിൽ കൂടെ ഈ വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതാൻ അവരെടുത്തിരിക്കുന്ന ത്യാഗം, അവർ ഉപേക്ഷിച്ചിട്ടുള്ള ഒത്തിരി ലൗകികമായ ആഗ്രഹങ്ങളും മീറ്റിങ്ങുകളും സദ്യകളും എല്ലാത്തിൻ്റെയും വിലയാണ് ഞങ്ങളുടെ അൾത്താരിക്ക് മുന്നിൽ അടഞ്ഞിരിക്കുന്ന 2 പുസ്തകങ്ങൾ. നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നാളെയല്ല, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. അതിനുള്ള ശക്തി ഈശ്വരൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമുക്ക് ശക്തി തരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എന്നെയും എൻ്റെ പ്രവർത്തനങ്ങളെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളെയും അവിടുന്ന് ഫലസമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.